നോക്കിയോ, മാസ് ഓഫ് എർത്ത് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് എർത്ത് ഇൻറ്റു എന്താ വോളിയം ഓഫ് എർത്ത് അല്ലേ. മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. അപ്പൊ മാസ് ഓഫ് എർത്ത് എം, ഡെൻസിറ്റി ഓഫ് എർത്തിനെ റോ ആയിട്ട് എടുക്കുന്നു. വോളിയം ഓഫ് എർത്ത് എന്താ, എർത്ത് ഈസ് സ്ഫെരിക്കൽ, ഏകദേശം സ്ഫെരിക്കൽ എന്നല്ലേ ശരിക്കുള്ളത്. വോളിയം ഓഫ് 4/3 പൈ ആർ ക്യൂബ് ആണോ. ഇത് ഇക്വേഷൻ നമ്പർ 1 ആണ് എഴുതുക. എഴുതിക്കോ, പെട്ടെന്നായിട്ട് എഴുതിക്കോട്ടെ. ഇനിയും എഴുതേണ്ടത് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എ പോയിന്റ് മാസ്, എം, പോയിന്റ് മാസ് എം അറ്റ് സർഫസ് ഓഫ് ദ എർത്ത്, സർഫസ് ഓഫ് ദ എർത്ത്, സ്മോൾ ജി ഈസിക്കൽ എന്താ, ജി എം ഡിവൈഡ് ബൈ എന്താ ആർ സ്ക്വയർ ആണല്ലോ. ഇക്വേഷൻ നമ്പർ 2. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1 ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നു, ഈ 1നെ കൊണ്ട് ഈ എമ്മിന് പകരം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, നോക്കിക്കോ. അതായത് സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 1 ഇൻ എന്താണ് ഇക്വേഷൻ 2. അപ്പൊ എന്ത് വരും, ജി ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എമ്മിന് പകരം റോ ഇൻറ്റു 4/3 പൈ ആർ ക്യൂബ് ഡിവൈഡ് ബൈ എന്താ ആർ സ്ക്വയർ എന്ന് വരും. ഈ ആർ സ്ക്വയറും ആർ ക്യൂബിന്റെ 2 സ്ക്വയറും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി എന്തെന്ന് വരും, ബാക്കി ജി ഈസ് ഈക്വൽ ടു എന്തെന്ന് വരും, ജി ഈസ് ഈക്വൽ ടു ജി ക്യാപിറ്റൽ ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ ആർ. ഈ ഇക്വേഷൻ നമ്പർ 3. അതായത് എർത്തിന്റെ ഡെൻസിറ്റിയും കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ എർത്തിന്റെ സർഫസിലെ ഗ്രാവിറ്റി തന്നെ ഇതാണ്. നേരത്തെ ഹൈറ്റ് കൺസിഡർ ചെയ്തപ്പോൾ അവിടെ നമ്മൾ എർത്തിന്റെ ഡെൻസിറ്റി ഒന്നും കൺസിഡർ ചെയ്യാതെ ചുമ്മാ എഴുതുമായിരുന്നു. ഇവിടെ ഡെൻസിറ്റി കൺസിഡർ ചെയ്യുന്നതിന് കാരണം എന്താ, നമ്മൾ അകത്തോട്ട് ഡെപ്ത് എടുക്കുന്ന സമയത്ത് അവിടെ മാസ് വേരിയേഷൻ ഉണ്ടാവും. ആ മാസ് വേരിയേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഡെൻസിറ്റി വേരിയേഷൻ ഉണ്ടാവും. അതിന് വേണ്ടിയാണ് ഡെൻസിറ്റിയുടെ ലിമിറ്റ് കണ്ടുപിടിക്കുന്നത്. ഇത് സർഫസിലുള്ള ഗ്രാവിറ്റിയാണ് കണ്ടുപിടിക്കുന്നത്. മനസ്സിലായോ? നേരത്തെ നമ്മൾ സർഫസിലുള്ള ഗ്രാവിറ്റി എങ്ങനെ കണ്ടുപിടിച്ചേ, ജി ഈക്വൽ എന്താ ജി എം ഡിവൈഡ് ബൈ ആർ സ്ക്വയർ, ഇവിടെ നിർത്തുമായിരുന്നു അല്ലേ. അവിടെ നമ്മൾ എന്താ ഡെൻസിറ്റിയുടെ ലിമിറ്റ് പറഞ്ഞില്ല. ക്ലിയർ ആണോ? ഇത് സർഫസിലുള്ള കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത് ഇൻ ടേംസ് ഓഫ് ഡെൻസിറ്റി. അത് വേണമെങ്കിൽ എഴുതിക്കോണം. എന്താ, this gives acceleration due to gravity of earth in terms of density. ഇനി എന്ത് കണ്ടുപിടിക്കണം, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് എ പോയിന്റ് മാസ് അറ്റ് എ ഡെപ്ത് ഡി എന്താണ് ബിലോ ദ എർത്ത് അല്ലേ. അപ്പൊ നമുക്ക് അതുകൂടെ കണ്ടുപിടിക്കുമ്പോൾ എന്ത് വരും എഴുതിക്കോ. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എഴുതിക്കോ. അടുത്ത് എഴുതിക്കോ, ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് പോയിന്റ് മാസ് small m at a depth d from the surface of earth. അത് നമുക്ക് എന്തെന്ന് എഴുതാം, ജി ഡാഷ് ഈസിക്കൽ എന്തെന്ന് എഴുതാം, ജി ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എന്തെന്ന് എഴുതാം. അവിടുത്തെ റേഡിയസ് ആർ മൈനസ് ഡി ദി ഹോൾ സ്ക്വയർ ആണ് നമ്മൾ പറഞ്ഞത്. ആർ മൈനസ് ഡി ആണെന്ന് പറഞ്ഞിരുന്നു. ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ. ഇത് ഇക്വേഷൻ നമ്പർ 4. ഇക്വേഷൻ നമ്പർ 3 നമ്മൾ എഴുതിയായിരുന്നു ഇവിടെ. ഓക്കെ, ശരി. അപ്പം അത്രയും പോയിന്റിന്റെ മാസ് എങ്ങനെ കണ്ടുപിടിക്കാം, അത്രയും അതായത് എർത്തിന്റെ, എല്ലാവരും കൂടെ ശ്രദ്ധിച്ചേ, എർത്തിന്റെ മൊത്തം മാസ് എല്ലാവരും കൂടെ ശ്രദ്ധിക്കാൻ പറഞ്ഞു. എർത്തിന്റെ മൊത്തം മാസ് എം, ഇത് അതിന്റെ ഡെൻസിറ്റി റോ, അതിന്റെ എന്താണ് വോളിയം 4/3 പൈ ആർ ക്യൂബ് അല്ലേ. എന്നാൽ ഇത്രയും കൺസിഡർ ചെയ്യുമ്പോൾ എന്താ, അതിന്റെ മാസ് വ്യത്യാസം വരും. മാസ് എം ഡാഷ് ആവും. ഡെൻസിറ്റിക്ക് വ്യത്യാസമില്ല, റോ തന്നെ.
പക്ഷെ അതിന്റെ വോളിയത്തിന് വ്യത്യാസം വരും. 4/3 പൈ ആർ ക്യൂബ് എന്നുള്ളത് 4/3 പൈ ആർ സ്ക്വയർ ആർ മൈനസ് ഡി ഡി ഹോൾ ക്യൂബ് എന്ന് വരും. മനസ്സിലായോ? അപ്പൊ അതിനു വേണ്ടി നമ്മൾ എഴുതാൻ പോവാണ്. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെ എഴുതാൻ പോവാണ്. എഴുതിക്കോളൂ. mass of the spherical portion where the point mass is placed. അങ്ങനെ നമുക്ക് എങ്ങനെ എഴുതാം? മാസ് എം ഡാഷ് മാസ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റിക്ക് വ്യത്യാസമില്ല, ഡെൻസിറ്റി ഇൻറ്റു എന്താ അവിടുത്തെ വോളിയം ആണ്. അപ്പം എം ഡാഷ് ഈസ് ഈക്വൽ ടു റോ ഇൻറ്റു അവിടുത്തെ വോളിയം 4/3 പൈ ആർ മൈനസ് ഡി ദ ഹോൾ ക്യൂബ് എന്ന് വരും. ഇത് ഇക്വേഷൻ നമ്പർ 5. ഇത് എം ഡാഷ് എന്ന് കൊടുക്കണേ, ഇത് എം ഡാഷ് എന്ന് കൊടുക്കണേ കേട്ടോ, ഇത് എം ഡാഷ് എന്ന് കൊടുക്കണം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ എന്താണ്? 5 എന്താ 5 എന്ത് ചെയ്യാൻ പോവാ? 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 5 ഇൻ എന്താ 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. അപ്പൊ എന്ത് വരും? അപ്പൊ എന്താ വരുന്നത്? ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി എം ഡാഷിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? റോ ഇൻറ്റു 4/3 പൈ ആർ മൈനസ് ഡി ദ ഹോൾ ക്യൂബ് ഡിവൈഡ് ബൈ എന്താന്ന് എഴുതാം? ജി ഡാഷ് ആർ മൈനസ് ഡി ദ ഹോൾ സ്ക്വയർ എന്ന് എഴുതാം. ആർ മൈനസ് ഡി ഹോൾ സ്ക്വയർ. ഇവിടുത്തെ രണ്ട് സ്ക്വയറും ഇവിടുത്തെ ഒരെണ്ണം വെട്ടിപ്പോയി കഴിഞ്ഞാൽ ബാക്കി ജി ഡാഷ് ഈസ് ഈക്വൽ ടു എന്താന്ന് വരും? ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ ഇൻറ്റു ആർ മൈനസ് ഡി. ഇപ്പൊ 5 6 അല്ലേ? ഇപ്പൊ 6 ഇതിനെ 6 എന്ന് കൊടുത്തേ, ഇതിനെ 4 5 ഇനി ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നറിയോ? ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ചെയ്യാൻ പോവാം. ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ചെയ്യാൻ പോവാം. ജി ഡാഷ് ഡിവൈഡ് ബൈ ജി എന്ത് വരും? ജി ഡാഷ് എന്താ? ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ ആർ മൈനസ് ഡി ഡിവൈഡ് ബൈ ജി എന്താ? ജി ഇൻറ്റു റോ ഇൻറ്റു 4/3 പൈ എന്താ? പൈ ആർ. ജി കട്ട്, റോ കട്ട്, 4/3 കട്ട്, പൈ കട്ട്. അപ്പൊ ബാക്കി എന്ത് വരും? ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ഈസ് ഈക്വൽ എന്ന് വരുന്നു ആർ മൈനസ് ഡി ഡിവൈഡ് ബൈ ആർ എന്ന് വരും. സെപ്പറേറ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ഈസ് ഈക്വൽ ടു ആർ ബൈ ആർ മൈനസ് ഡി ബൈ ആർ എന്ന് വരും. ഇത് കട്ട് ചെയ്ത് 1 വരുന്നു. അപ്പൊ ജി ഡാഷ് ഡിവൈഡ് ബൈ ജി ഈസ് ഈക്വൽ ടു 1 മൈനസ് ഡി ബൈ ആർ എന്ന് വരും. അവിടെ നിന്ന് ജി ഡാഷ് ഈസ് ഈക്വൽ ടു ജി ഇൻറ്റു 1 മൈനസ് ഡി ബൈ ആർ. രണ്ടിടത്തും മൈനസ് ആണ്. അപ്പൊ ഗ്രാവിറ്റി എന്ത് ചെയ്യും? ഡെപ്ത് കൂടുന്നതിനനുസരിച്ചും ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യും, ഹൈറ്റ് കൂടുന്നതിനനുസരിച്ചും ഗ്രാവിറ്റി ഡിക്രീസ് ചെയ്യുന്നതാണ് പറയുന്നത്. ശരിയല്ലേ? ഇതകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കിയേ, ജി മൈനസ് ജി ഡി ബൈ ആർ എന്നല്ലേ വരുന്നേ. അപ്പൊ ഒറിജിനൽ അതായത് സർഫസിലുള്ള ഗ്രാവിറ്റിയെക്കാളും ഏതോ ഒരു വാല്യൂ കുറവാണ് ശരിക്കും ജി ഡാഷ് എന്ന് പറഞ്ഞാൽ. മറ്റേതിന്റെ കേസിലും 1 മൈനസ് 2h ബൈ ആർ. ജി അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ജി മൈനസ് ജി 2h ബൈ ആർ എന്ന് വരും. അപ്പം സർഫസിലുള്ള ഗ്രാവിറ്റി ജിനെക്കാട്ടിലും 2h ജി ബൈ ആർ എന്ന് പറഞ്ഞ വാല്യൂ കുറവാണ് ആ മുകളിൽ ഹൈറ്റിൽ. അപ്പൊ അവിടെ എപ്പോഴും ആലോചിച്ചോണം, ഹൈറ്റ് കൂടിയാലും ഗ്രാവിറ്റി കുറയും, ഡെപ്ത് കൂടിയാലും ഗ്രാവിറ്റി കുറയും. അപ്പം ഇങ്ങനെ എഴുതാം. therefore gravity decreases with increase in depth. അവിടെയും കൂടെ എഴുതിക്കോ. എന്തുവാ? ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഹൈറ്റ്. അവിടെയും കൂടെ എഴുതിക്കോ. ഗ്രാവിറ്റി ഡിക്രീസസ് വിത്ത് ഇൻക്രീസിംഗ് ഹൈറ്റ്. ആ ഹൈറ്റിന്റെ അവിടുത്തെ ഐ കൃഷ്ണ. അപ്പൊ ഇന്ന് ഇത്ര നമ്മൾ പഠിപ്പിക്കുന്നുള്ളൂ.
മേ ബി നാളെ കൊണ്ടോ അല്ലെങ്കിൽ അടുത്ത ഫിസിക്സ് ക്ലാസ് കൂടി ചിലപ്പോൾ ഈ ചാപ്റ്റർ തീരും. ഓക്കെ, ഇങ്ങനെ നിർത്താമേ.